ഹലോ ഗൈസ്, നമസ്കാരം. സുന്ദർ പിച്ചെ ലോകത്തിലെ വളരെ പ്രശസ്തമായ സ്റ്റാൻഫോർഡ് സർവകലാശാലയിൽ ബിരുദദാന ചടങ്ങിൽ മെയിൻ ഗസ്റ്റായിട്ട് നമ്മുടെ ഗൂഗിളിൻ്റെ ഹെഡായിട്ടുള്ള സുന്ദർ പിച്ചേനെ വിളിച്ചു. അപ്പോൾ അവിടെ നടന്ന സംഭവം എന്താണെന്ന് വെച്ചാൽ, വിദ്യാർത്ഥികൾ ഏകദേശം 100-150ഓളം വിദ്യാർത്ഥികൾ, ആകെ 100-300 ആളേ ഉള്ളൂ പരിപാടിക്ക്, 150ഓളം വിദ്യാർത്ഥികൾ ഫ്രീ പലസ്തീൻ എന്ന് വിളിച്ചിട്ട് സുന്ദർ പിച്ചേനെ ഒരു മൈക്കിലൊരു വാക്ക് പറയാൻ അനുവദിക്കുന്നു. അയാൾ പ്രസംഗിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ എല്ലാവരും പാർലമെൻറ്റിൽ നിന്ന് വോക്കൗട്ട് അടിക്കുന്ന പോലെ ആർന്ന് ഇറങ്ങിപ്പോയി. അതിൻ്റെ മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഗൂഗിളിപ്പോൾ ഇസ്രായേൽ സർക്കാരിൻ്റെ ഒരു പരിപാടിയായിട്ട് ബന്ധപ്പെട്ട്, ഒരു AI പ്രോഗ്രാമായിട്ട് ബന്ധപ്പെട്ട് പ്രൊജക്ട് നിംബസ് എന്ന് പറഞ്ഞിട്ട് ഒരു 1 ബില്യൺ സംതിങ് വരുന്ന വലിയൊരു പ്രൊജക്റ്റിൽ ഇവർ പാർട്ടായിട്ടുണ്ട് ഗൂഗിൾ. അപ്പോൾ സുന്ദർ പിച്ചെ പേഴ്സണലൊന്നും ചെയ്തതല്ല, ബിസിനസ് പരമായിട്ടാണ്. പക്ഷേ ആത്മാഭിമാനമുള്ള ഏതൊരാളും രാജിവെച്ച് പോകേണ്ടി വരും ഈ ഒരു സ്ഥാനത്ത്. കാരണം അതൊരു ചെറിയൊരു പ്രതിഷേധമായിരുന്നില്ല. അതിൻ്റെ ചെറിയൊരു വാർത്ത കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും. ഞാൻ ജസ്റ്റ് ആ വാർത്ത ഒന്ന് പ്ലേ ചെയ്യാം. ഓക്കെ. ഫ്രീ പലസ്തീൻ, സുന്ദർ പിച്ചയ്ക്കെതിരെ പ്രതിഷേധം. ലോകത്തെ ഏറ്റവും പ്രശസ്തമായ സ്റ്റാൻഫോർഡ് സർവകലാശാലയിലെ ബിരുദദാന ചടങ്ങ്. മുഖ്യപ്രഭാഷകനായി ഗൂഗിൾ CEO സുന്ദർ പിച്ചെ വേദിയിലേക്ക്. തൊട്ടു പിന്നാലെ ക്യാമ്പസിനെ നടുക്കി നാടകീയ സംഭവങ്ങൾ. ഗൂഗിളിന്റെ തലവനെ സാക്ഷി നിർത്തി 100-ലധികം വിദ്യാർത്ഥികൾ ഫ്രീ ഫലസ്തീൻ എന്ന് ഉറക്കെ മുദ്രാവാക്യം വിളിച്ച് ചടങ്ങ് ബഹിഷ്കരിച്ച് പുറത്തേക്ക് പോകുന്നു. അതെ, ഗസയിൽ ചോരപ്പുഴ ഒഴുക്കുന്ന ഇസ്രായേൽ അധിനിവേശത്തിന് ഗൂഗിളും കൂട്ടുനിൽക്കുന്നു എന്ന ഗുരുതരമായ ആക്ഷേപത്തിനുള്ള ശക്തമായ മറുപടിയായിരുന്നു ആ ക്യാമ്പസിൽ കണ്ടത്. സർക്കാരുമായി ഗൂഗിൾ ഒപ്പുവെച്ച $1.2 ബില്യൺ പ്രോജക്ട് നിംബസ് എന്ന AI സാങ്കേതിക വിദ്യ ഗസയിലെ നിരപരാധികളെ വേട്ടയാടാൻ ഉപയോഗിക്കുന്നുവെന്ന് വിദ്യാർത്ഥികൾ വിളിച്ചു പറയുമ്പോൾ ആഗോള സാങ്കേതിക ഭീമന്മാർക്ക് ലാഭം മാത്രമാണ് ലക്ഷ്യമെന്ന് ഒരിക്കൽ കൂടി തെളിയുകയാണ്. പ്രതിഷേധം ഭയന്ന് തന്റെ പ്രസംഗത്തിൽ AI എന്ന വാക്ക് പോലും ഉച്ചരിക്കാൻ സുന്ദർ പിച്ചെ തയ്യാറായില്ല. ചടങ്ങിന് ശേഷം ഉയർന്ന ചോദ്യങ്ങളിൽ നിന്നും അദ്ദേഹം മൗനമായി ഒളിച്ചോടി. എന്നാൽ സാമ്രാജ്യത്വ ക്രൂരതകൾക്കെതിരെയും വംശഹത്യക്കെതിരെയും ശബ്ദമുയർത്തിയ ഈ വിദ്യാർത്ഥി പ്രതിരോധത്തെ അങ്ങേയറ്റത്തെ വിവരക്കേട് എന്ന് വിളിച്ച് അധിക്ഷേപിക്കുകയാണ് ഇന്ത്യയിലെ BJP നേതാവും മുൻ കേന്ദ്രമന്ത്രിയുമായ രാജീവ് ചന്ദ്രശേഖർ. ചന്ദ്രശേഖരൻ്റെ കാര്യം നിങ്ങളുടെ പറഞ്ഞിട്ട് കാര്യമില്ല. ആ ടീമിൻ്റെ കാര്യമേ പറഞ്ഞിട്ട് കാര്യമില്ല. അവർക്ക് വിദ്യാഭ്യാസപരമായിട്ടോ അല്ലെങ്കിൽ ലോകത്ത് എന്തെങ്കിലും എവിടെയെങ്കിലും നടക്കുന്ന പ്രതിഷേധ പരിപാടിനെ പറ്റിയിട്ട് പറഞ്ഞാലൊന്നും ഒരു ഉറുപ്പ്യൻ്റെ വിവരം ഉണ്ടെങ്കിൽ ആയിട്ട് ഞങ്ങൾക്ക് മനസ്സിലായില്ലേ? അവർക്ക് ആകെ അറിയുന്നത്, പണ്ട് മൻമോഹൻ സിംഗ് ഭരിക്കുമ്പോൾ മറ്റേ സ്കൂട്ടറും ബൈക്കെല്ലാം പെട്രോൾ ഉണ്ടായിട്ടും അത് ഉന്തിക്കൊണ്ടുപോയിട്ട് ഭയങ്കര കാളവണ്ടിയെല്ലാം അടിച്ച് പ്രതിഷേധിച്ചിന്. അന്ന് പെട്രോളിന് വില 50 റുപ്യായിരുന്നു. 50 റുപ്യ 60 റുപ്യാട്ടാ. ഇപ്പം എന്താ അവസ്ഥ? എന്നിട്ട് മുണ്ടൂല, വായി തുറക്കാൻ പേടിയാണ്, വായി സിപ്പിട്ട് മൂടിയാണ്. കാരണം രാജാവിനത് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അന്നേരം തന്നെ അടിച്ച് പുറത്താക്കുമല്ലോ ഇതിന്. അത് വിട്ടേക്കും. അപ്പോൾ നമ്മൾ കഥയിൽ നിന്ന് നേരെ മുന്നോട്ട് പോയിരിക്കുന്നു. നമ്മുടെ വിഷയം രാജീവ് ചന്ദ്രശേഖരല്ല, സുന്ദർ പിച്ചെ നമ്മുടെ ഇന്ത്യക്കാരനായതിൽ വളരെ അഭിമാനം നമുക്കൊക്കെ തോന്നുന്ന, അല്ലെങ്കിൽ നമ്മുടെയൊക്കെ വളരെ ഒരു വിദ്യാർത്ഥിയുടെ അല്ലെങ്കിൽ ഒരു വളർന്നു വരുന്ന ഒരു യുവതലമുറയുടെ ഒരു ഐഡിയൽ, അല്ലെങ്കിൽ എല്ലാവർക്കും പ്രചോദനമാകുന്ന ഒരു സംഭവമാണ് നമ്മുടെ സുന്ദർ പിച്ചെ. കാരണം അദ്ദേഹം ആ ഒരു പ്രായത്തിൽ തന്നെ ഗൂഗിളിൻ്റെ CEO, അതായത് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ, ഏറ്റവും ഹൈ പൊസിഷനിൽ, ഗൂഗിളിൻ്റെ കമ്പനിയുടെ ഏറ്റവും ഹൈ പൊസിഷനിലെത്തുകയും ഇന്ത്യയിൽ നിന്നല്ല വേൾഡിൽ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് പേയ്മെൻറ്റ് കിട്ടുന്ന, പേറോൾ കിട്ടുന്ന ഒരു CEOമാരിൽ വൺ ഓഫ് ദ ബെസ്റ്റ് 10 CEOs എന്ന് പറഞ്ഞാൽ ഗൂഗിൾ പിച്ചെ ചിലപ്പോൾ ഉണ്ടാവും. കാരണം അത്രയും ഹൈ പൊസിഷനിൽ നിൽക്കുന്ന ഗൂഗിളിൻ്റെ തലപ്പത്തിരിക്കുന്നതാണ്. പക്ഷേ വിഷയമാകുന്നതല്ല, ഇപ്പോൾ ഇവർ ഇസ്രായേലുമായി സഹകരിച്ച് നടത്തുന്ന ഈ പ്രൊജക്റ്റ് നിംബസിൻ്റെ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ,
ഇസ്രായേലിൻ്റെ മെയിൻ ലക്ഷ്യം ഈ 1.2-1.7 ബില്യണൊക്കെ ഈ പ്രൊജക്റ്റ് എടുത്തിരിക്കുന്നത് അവർ ഗൂഗിളിൻ്റെ സഹായത്തോടു കൂടി ഇസ്രായേലിന് വളരാൻ വേണ്ടിയിട്ടൊന്നല്ല. മനസ്സിലായില്ലേ? ഇസ്രായേലിന് ബേസിക്കലി ഗൂഗിളിനെ കൊണ്ട് വലിയ മലമറിക്കുന്ന പരിപാടിയൊന്നും ചെയ്യാനൊന്നുമില്ല. പക്ഷേ they want to use Google as support to their genocide. അതാണ് ഗസയിലും പലസ്തീനിലും ഇപ്പം ലെബനനിലും ഇനി അങ്ങോട്ട് എവിടെയല്ല എന്നുള്ളത് ആർക്കും അറിയില്ല, അവർക്ക് മാത്രമേ അറിയൂ, അത് പ്ലാൻ ചെയ്യുന്ന ആൾക്കാർക്കേ അറിയൂ. ആ ഒരു ആക്രമണങ്ങൾക്കും കാര്യങ്ങൾക്കുമൊക്കെ ഇസ്രായേൽ എന്ന് പറഞ്ഞ ഇവന്മാർക്ക് ഗൂഗിളിൻ്റെ സഹായം വേണം. നമ്മൾ പറയും ഒരു പരസ്യം കൊടുക്കുക, അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കാന്ന് പറഞ്ഞല്ലോ. കാരണം ഇന്നത്തെ തലമുറയിൽ 99.9% ആൾക്കാരും ഉപയോഗിക്കുന്ന ഏത് ആപ്ലിക്കേഷൻ ആയിക്കോട്ടെ, ഏത് സംഭവം ആയിക്കോട്ടെ, ഗൂഗിളിൻ്റെ ഒരു റെഫറൻസ് ഇല്ലാതെ മുന്നോട്ട് പോകില്ല. ഇപ്പം നമുക്കറിയാം AI ഉപയോഗിച്ചിട്ടുള്ള ChatGPT അതുപോലെ പിന്നെ ജെമിനി കാര്യങ്ങളൊക്കെ ഉണ്ട്. പല AI സൈറ്റ്സുകളും ആപ്ലിക്കേഷനും ഒക്കെ അവൈലബിൾ ആണ്. എന്നിരുന്നാലും ഗൂഗിളിന് എല്ലാവരും ഒരു റെഫറൻസ് പേജായിട്ട് ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ട്. അത് സത്യം തന്നെയാണ്. ChatGPTയിലും ഇവരൊക്കെ കാര്യങ്ങൾ കിട്ടുമെങ്കിലും അതൊന്നും കൂടി വെരിഫൈ ചെയ്യുക. ChatGPT എന്നൊക്കെ പറഞ്ഞാൽ നമുക്കൊരു പ്രസൻറ്റേഷൻ ഫോമിൽ അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ മോഡിൽ അവർ കാര്യങ്ങൾ പറഞ്ഞു തരും. പക്ഷേ ഗൂഗിളിൽ പോയി കഴിഞ്ഞാൽ കുറച്ചും കൂടിയും ഡീറ്റെയിൽഡ് ആയിട്ട് വിക്കിപീഡിയയിൽ അതിൻ്റെ കാര്യങ്ങളുണ്ടാവും. അപ്പോൾ അതും ഇപ്പോഴും ഒരു ഭാഗത്ത് പാരലലായിട്ട് നടക്കുന്നുണ്ട്. ഈ AI വിദ്യകളുടെ തള്ളിക്കയറ്റം കാരണം ഗൂഗിൾ കുറച്ച് ബാക്കോട്ട് പോയിട്ടുണ്ട്. എന്നാലും ട്രഡീഷണലായിട്ട് ഇപ്പോഴും ഫുള്ളായിട്ടൊന്നും AI റിപ്ലേസ്ഡ് ആയിട്ടില്ല. ഗൂഗിളിനെ റിപ്ലേസ് ആക്കിയിട്ട് മൊത്തം എല്ലാത്തിലൊന്നും AI വന്നിട്ടില്ല. ജെമിനിയും ChatGPT ഒക്കെ ഉണ്ടെങ്കിലും അതൊക്കെ ഒരു പരിധി വരെ അതിൻ്റെ ആക്സസ് ഫ്രീ ഉള്ളൂ. ബാക്കി അതിനെ പേയ്മെൻറ്റ് കൊടുക്കണം. പുതിയൊരു സംഭവം ആയതുകൊണ്ട് തന്നെ ഫുള്ളായിട്ട് ഫ്രീ ഒന്നും കൊടുത്തിട്ടില്ല, അവരതിൻ്റെതായ പേയ്മെൻറ്റ് എടുക്കുന്നത്. അപ്പോൾ ഗൂഗിൾ എന്ന് പറയുമ്പോൾ പണ്ട് നമ്മൾ സർവ്വവിജ്ഞാന കോശം, ദ കംപ്ലീറ്റ് എൻസൈക്ലോപീഡിയ എന്നെല്ലാം പറഞ്ഞ പോലെ ഏത് കാര്യങ്ങൾക്കും സംശയം ഉണ്ടെങ്കിൽ ഗൂഗിളിനെ ആശ്രയിക്കുന്നവരുടെ എണ്ണം ഇന്നും കുറവല്ല. അത് നമ്മൾ 100 എടുക്കുകയാണെങ്കിൽ ഇപ്പോഴും 70-80% ആൾക്കാർ ഗൂഗിളിനെ തന്നെ ആശ്രയിക്കുന്നുണ്ട്, എസ്പെഷ്യലി ഓൾഡ് ജനറേഷൻസ്. അപ്പോൾ ഈ ഇസ്രായേലിൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഗൂഗിളിന് ഒരു പ്രൊജക്റ്റ് കൊടുത്തിട്ട് അല്ലെങ്കിൽ ഗൂഗിളിന് ഒരു പേയ്മെൻറ്റ് കൊടുത്തിട്ട്, ഈ പറഞ്ഞ പോലെ 1 ബില്യൺ സംതിങ് വലിയൊരു എമൗണ്ട് ആണത്. അത് കൊടുത്തിട്ട് ഒരു പ്രൊജക്ട് നിംബസ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ടാക്കിയിട്ട്, പ്രൊജക്ട് നിംബസ് ഡീറ്റെയിൽ ആയിട്ട് നമ്മളിപ്പം പോകുന്നില്ല, ഈ ഒരു പ്രൊജക്റ്റ് കൊണ്ടുവന്നിട്ട് ഇവരുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഈ ഗസയിൽ നടക്കുന്ന അല്ലെങ്കിൽ ഈ സോ കോൾഡ് ജെനസൈഡിനെ ന്യായീകരിക്കുക അല്ലെങ്കിൽ അതിനെ മിതവൽക്കരിക്കുക. ഇപ്പോൾ ഗൂഗിളിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു ടൈപ്പ് ചെയ്ത് നോക്കുകയാണ്, എന്തെങ്കിലും ഒരു പ്രോബ്ലത്തിനെ പറ്റി ചോദിക്കുകയാണെങ്കിൽ അത് ഇസ്രായേലിന് അനുകൂലമായിട്ട് വരുത്തിക്കുക. AI ടൂൾസുകൾ ഉപയോഗിച്ചുകൊണ്ട് ലോകത്തിൽ ഇസ്രായേലിന് അനുകൂലമായിട്ടുള്ള വാർത്തകൾ, ഇസ്രായേലിന് അനുകൂലമായിട്ടുള്ള ഡാറ്റാസ്, ഇസ്രായേലിന് അനുകൂലമായിട്ടുള്ള ഇൻഫർമേഷൻസ്, ഇസ്രായേലിന് അനുകൂലമായിട്ടുള്ള പിന്നെ ക്ലിപ്പുകൾ, ഇസ്രായേലിന് അനുകൂലമായിട്ടുള്ള വീഡിയോസ്, ഇസ്രായേലിന് അനുകൂലമായിട്ടുള്ള ഓഡിയോസ്, ഇസ്രായേലിന് അനുകൂലമായിട്ടുള്ള ഫോർമാറ്റിൽ കാര്യങ്ങൾ വരിക, പിന്നെ പ്രസൻറ്റേഷൻസ് വരിക, അതിനനുസരിച്ചുള്ള വീഡിയോകൾ തയ്യാറാക്കുക. അങ്ങനെ മൊത്തമായിട്ട് ഇസ്രായേലിൻ്റെ ഒരു പ്രോക്സി ആയിട്ട് ഗൂഗിൾ മാറുന്നു എന്ന് അമേരിക്കയിലെ സ്റ്റാൻഫോർഡ് സർവകലാശാലയിലെ കുട്ടികൾക്ക് മനസ്സിലായി. ഇന്നും ഇന്ത്യയിലെ തലമുതിർന്ന പത്രപ്രവർത്തകർക്കോ അല്ലെങ്കിൽ സോ കോൾഡ് എന്താ പറയുന്നത്, നമ്മൾ പറയുന്ന സോ കോൾഡ് ദ ക്ലാസിക് ജേർണലിസ്റ്റുകൾക്കോ അല്ലെങ്കിൽ 6 മണി ചർച്ചകളിൽ വാദോരാതെ സംസാരിക്കുന്ന പല ആൾക്കാരുണ്ട്, NDTVയിലും മറ്റേലും മറിച്ചിലും, ആരുടെയും പേരൊന്നും ഇതാക്കുന്നില്ല. ആ ആൾക്കാർക്കൊന്നും ഈ ഒരു വിഷയത്തിലോ അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ലെവലിലോ അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യൻ ലെവലിലോ ഇസ്രായേലിനെ അനാവശ്യമായി സപ്പോർട്ട് ചെയ്യുന്നതിനെ എതിർക്കാനുള്ള ഒരു മനോഭാവം അതില്ല എന്നുള്ളതാണ് ഒരു വാസ്തവം. നമ്മളിപ്പോൾ ഒരു മിഡിൽ ലൈൻ വരച്ചിട്ട് അപ്പുറവും ഇല്ല ഇപ്പുറവും ഇല്ല എന്നിരുന്നോ, അങ്ങനെ പറഞ്ഞു. മീൻസ് പലസ്തീൻ ആയിക്കോട്ടെ ഗാസ ആയിക്കോട്ടെ അവരെ പാടായി, അവരെ ഭാഗത്തും നമ്മളില്ല, ഇപ്പുറത്ത് കൊല്ലാൻ പോകുന്ന ഇസ്രായേലിൻ്റെ ഭാഗത്തും നമ്മളില്ല എന്ന് പറഞ്ഞിട്ട് ചേരാൻ നയം. നമ്മുടെ പരമ്പരാഗതമായിട്ടുള്ള വർഷങ്ങളായിട്ടുള്ള ഇന്ത്യയുടെ പരിപാവനമായ ഫോറിൻ പോളിസിയുടെ ഭാഗമായിട്ടുള്ള ചേരാൻ നയം. അപ്പുറത്തുമില്ല ഇപ്പുറത്തുമില്ല, നമുക്ക് നമ്മുടെ സ്റ്റാൻഡുണ്ട്, നമ്മൾ ആരുമായിട്ട് പ്രശ്നത്തിനുമില്ല, ആരുമായിട്ട് കെട്ടിപ്പിടിക്കാനുമില്ല. മീൻസ് ആ ഒരു സ്റ്റാൻഡ് എടുക്കുകയാണെങ്കിൽ പോലും നമുക്ക് ഇസ്രായേലിനെ തള്ളി പറയേണ്ടി വരും. കാരണം നമ്മുടെ ചരിത്രം, ഇന്ത്യയുടെ ചരിത്രം നോക്കുകയാണെങ്കിൽ അത് നെഹ്റുവിൻ്റെ കാലത്തായാലും ഇന്ദിരാഗാന്ധിയുടെ കാലത്തായാലും നമ്മുടെ അടൽ ബിഹാരി വാജ്പേയി സാറിൻ്റെ കാലത്തായാലും
ഈ പറഞ്ഞ മൻമോഹൻ സിംഗ് ജിയുടെ കാലത്തായാലും ഒരുപാട് രാജ്യങ്ങളിൽ ആക്രമണം ആ സമയത്തൊക്കെ ഉണ്ടായിട്ടുണ്ട്. ആ സമയത്തൊക്കെ ഇന്ത്യ വളരെ ഫേമായിട്ട് വളരെ ശക്തമായിട്ട് അപലപിച്ചിട്ടുണ്ട്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ USSR റഷ്യൻ സേന അഫ്ഗാനിൽ ആക്രമിക്കുന്നു. ആ സമയത്ത് ഇന്ദിരാഗാന്ധി വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഡോണ്ട് അറ്റാക്ക് അനദർ കൺട്രി എന്ന്. അന്ന് USSR ആണെങ്കിൽ നമ്മുടെ സുഹൃത്ത് രാജ്യമാണ്, ഇന്ത്യയുടെ ഫ്രണ്ട്ലി സർക്കിളിൽ വരുന്ന രാജ്യമാണ് USSR ദാറ്റ് സമയത്ത്. ഇറ്റ് വാസ് ഇൻ 1970s. അപ്പോൾ ആ സമയത്ത് വരെ നമ്മുടെ ഫ്രണ്ടായിട്ടുള്ള USSRനോട്, റഷ്യയോട് ഇന്ദിരാഗാന്ധി വളരെ ശക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഡോണ്ട് ക്രോസ് യുവർ ലിമിറ്റ് ആൻഡ് അറ്റാക്ക് ഓൺ അനദർ കൺട്രി എന്ന്. അവർ അഫ്ഗാനെ ആക്രമിക്കും. അത് അഫ്ഗാനോട് സ്നേഹം ഉണ്ടായിട്ടൊന്നുമല്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇന്നത്തെ തലമുറയിലുള്ള സോ കോൾഡ് രാജഭക്തിയുള്ള, മനസ്സിലായില്ലേ, രാജ്യഭക്തിയല്ല രാജഭക്തി, രാജാവിനോട് മാത്രം സ്നേഹം, രാജ്യത്തേക്കാൾ വലുത് രാജാവാണെന്ന് ധരിക്കുന്ന വിഡ്ഢികളുടെ സ്വർഗത്തിൽ ജീവിക്കുന്ന ആൾക്കാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിൻ്റെ മുന്നേയും ഇവിടെ രാജ്യം ഭരിച്ച ആൾക്കാരുണ്ടായിട്ടുണ്ട്. അവർക്കൊക്കെ വ്യക്തമായൊരു സ്റ്റാൻഡ് ഉണ്ടായിരുന്നു. അപ്പുറത്തുമില്ല ഇപ്പുറത്തുമില്ല എന്നൊരു മിഡിൽ സ്റ്റാൻഡിൽ നിന്നിരുന്നു. രണ്ട് കാലിലും തോണി ഇട്ടിട്ട് തോണി അങ്ങോട്ട് പോകുമ്പോൾ നമ്മൾ മലന്നടിച്ച് വീഴുന്ന പോലത്തെ സ്റ്റാൻഡ് ആയിരുന്നില്ല അവരുടെ സ്റ്റാൻഡ്. അവർ വ്യക്തമായിട്ട് പറഞ്ഞിരുന്നു, ആരും ആരെയും ആക്രമിക്കരുത്, അക്രമം പാടില്ല. ഇങ്ങോട്ട് ആക്രമിച്ചാൽ അങ്ങോട്ട് ആക്രമിക്കാം, പ്രതിരോധിക്കാം, യു ക്യാൻ ഡിഫെൻഡ്. അത് നമ്മൾ തന്നെ കാണിച്ചു കൊടുത്തിട്ടുണ്ട് ലോകത്തിന്. ചൈനയുമായിട്ടുള്ള യുദ്ധത്തിനൊക്കെ നമ്മൾ അങ്ങോട്ട് പോയിട്ടില്ല, ഇങ്ങോട്ട് വന്നപ്പോൾ അടിച്ച് തൂഫാനായി കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ അടൽ ബിഹാരി വാജ്പേയി സർ, ആ സമയത്താണ് ഇവരാക്രമിക്കുന്നത്, നമ്മുടെ ഇറാഖല്ല, നാറ്റോ സേന ലിബിയയിൽ ആക്രമണം ഉണ്ടാകുന്നത്. വ്യക്തമായിട്ട് ക്ലിയർ കട്ടായിട്ട് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം, ലിബിയയെ ആക്രമിക്കാൻ പാടില്ല. അതുമാത്രമല്ല, എൻ്റെ ഓർമ്മ കറക്റ്റാണെങ്കിൽ വാജ്പേയി സാറാണ് പാർലമെൻറ്റിൽ ഇതിനെതിരെ, ഈ അക്രമത്തിന്, നാറ്റോ സേനയുടെ അക്രമത്തിനെതിരെ ഒരു അനുശോചനം വരെ രേഖപ്പെടുത്തിയിട്ടുണ്ട് അദ്ദേഹം. ഇതൊക്കെ കഴിഞ്ഞ് ഇപ്പം ഈ അടുത്ത് നമ്മുടെ മൻമോഹൻ സിംഗ് വന്നപ്പോഴും, മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായിരിക്കുമ്പോഴാണ് ഇറാഖിൽ ആക്രമണം ഉണ്ടാകുന്നത്. വ്യക്തമായിട്ട് പറഞ്ഞിട്ടില്ലേ, ആക്രമിക്കാൻ പാടില്ല, ആരും ആരെയും ആക്രമിക്കരുത്, ഓരോ രാജ്യത്തിനും അതിൻ്റേതായ പരമാധികാരമുണ്ട് എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ഇന്ത്യ അത്രയും പ്രിവിലേജ്ഡ് ആയിട്ട്, അല്ലെങ്കിൽ അത്രയും നമ്മുടെ ആദർശപരമായിട്ട് കൊണ്ടുവരുന്ന സംഭവമാണ് ഈ ചേരിചേര പ്രസ്ഥാനം. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഇന്ത്യയെ ഒരു ഇന്ത്യയുടെ ഒരു ഐക്കണാണ്, അല്ലെങ്കിൽ ഇന്ത്യയുടെ ഒരു സ്റ്റാമ്പ് പോലെ നമുക്ക് പറയാവുന്ന ഒരാളാണ് ഈ സുന്ദർ പിച്ചെ. സുന്ദർ പിച്ചയൊക്കെ കോർപ്പറേറ്റിലാണ് വർക്ക് ചെയ്യുന്നത്, ഗൂഗിളിലാണ് വർക്ക് ചെയ്യുന്നത്. ശരിയാണ്, എവിടെ വർക്ക് ചെയ്താലും എന്ത് ചെയ്താലും നിങ്ങൾക്ക് നിങ്ങളുടെ രാജ്യത്തിൻ്റെ ഒരു അന്തസത്ത, രാജ്യത്തിൻ്റെ ഒരു ഗുണം, നമ്മൾ പറയില്ല രാജ്യത്തിൻ്റെ ഒരു ISI മാർക്ക് എന്നൊക്കെ പറയുന്നത് പോലെ, ആ ഒരു മേന്മ നിങ്ങൾ എവിടെ ചെന്നാലും കാണിക്കണം. അപ്പോൾ നിങ്ങൾ അവിടെ ഇയാളുടെ പ്രൊഫഷണൽ വൈസ് ഇപ്പോൾ ഗൂഗിൾ സുന്ദർ പിച്ചയ്ക്ക് പറയാൻ, ഞാൻ കമ്പനിക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ ഇതിൽ നിന്നാണ്. അങ്ങനെയാണെങ്കിൽ പൊതുവായിട്ടുള്ള പ്ലാറ്റ്ഫോമുകളിൽ, അല്ലെങ്കിൽ പൊതുവായിട്ടുള്ള ചടങ്ങുകളിലെങ്കിലും ഇവിടെ കണ്ടിരിക്കുന്ന ഈ വാർത്ത മനസ്സിലാക്കുകയാണെങ്കിൽ, ഈ സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ അദ്ദേഹം AI പറ്റിയും AIയുടെ ഗുണങ്ങളെപ്പറ്റിയും വാചാലനാവാൻ പോവുകയായിരുന്നു. പക്ഷേ ഈ പ്രൊജക്റ്റ് നിംബസിൻ്റെ കാര്യം കുട്ടികൾക്ക് അറിയില്ല, അല്ലെങ്കിൽ അറിഞ്ഞാലും കുട്ടികളത് തുറന്നു പറയാൻ ധൈര്യപ്പെടില്ല എന്നുള്ള ഒരു ഫാസിസ്റ്റ് മെൻറ്റാലിറ്റി സുന്ദർ പിച്ചയ്ക്ക് അവിടെ വന്നു പോയില്ലേ എന്ന് ചോദിച്ചാൽ തെറ്റ് പറയാൻ പറ്റുമോ? ദാറ്റ് ഈസ് എ ക്വസ്റ്റ്യൻ. അതാണ് ക്വസ്റ്റ്യൻ. ഈ വാർത്തയുടെ ഒരു അന്തസത്ത, അല്ലെങ്കിൽ ഈ വാർത്തയുടെ ഒരു ഷോർട്ടായിട്ട് സംഭവം പറയുകയാണെങ്കിൽ ഇങ്ങനെയാണ് വരുന്നത്: ഫ്രീ പലസ്തീൻ, സുന്ദർ പിച്ചയ്ക്കെതിരെ പ്രതിഷേധം. ഗസയിൽ ചോരപ്പുഴ ഒഴുകുന്ന ഇസ്രായേൽ അധിനിവേശത്തിനും ഗൂഗിൾ കൂട്ടുനിൽക്കുന്നു എന്ന ഗുരുതരമായ ആക്ഷേപത്തിനുള്ള ശക്തമായ മറുപടിയാണ് സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയുടെ ക്യാമ്പസിൽ മുഖ്യ പ്രാസംഗികനായ AIയുടെ ഗുണമേന്മകൾ വിളമ്പാൻ പോയ നമ്മുടെ സുന്ദർ പിച്ച അണ്ണന് കിട്ടിയ കുട്ടികൾ തെറി വിളിക്കുന്ന, നമ്മുടെ നാട്ടിൽ തെറി വിളിക്കുകയും കരിങ്കൊടി കാണിക്കുന്നതിനും അതിനെക്കാട്ടിയും വളരെ റൂഡായിട്ടുള്ള ബിഹേവിയറാണ് ഗോ ബാക്ക്, അല്ലെങ്കിൽ ഒരാളെ ഫ്രീ ആക്കി വിട്ട് നിങ്ങൾ ഗോ ബാക്ക് അടിക്കുന്ന ഒരു ഇതാണ് സുന്ദർ പിച്ചേൻ്റെ മൊത്തിക്കടി കൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കണം. ലിറ്ററലി പറയുകയാണെങ്കിൽ അതാണ് സംഭവം. അപ്പോൾ ഇങ്ങനെയാണ് ഇസ്രായേൽ സർക്കാരുമായി ഗൂഗിൾ ഒപ്പുവെച്ച
ഗൂഗിളിൻ്റെ കമ്പനി ഇസ്രായേൽ ഗവൺമെൻറ്റുമായിട്ട് $1.2 ബില്യൺ പ്രൊജക്റ്റ് നിംബസ് എന്ന AI സാങ്കേതിക വിദ്യ ഗസയിലെ നിരപരാധികളെ വേട്ടയാടാൻ ഉപയോഗിക്കുന്നുവെന്ന് വിദ്യാർത്ഥികൾ വിളിച്ചു പറയുമ്പോൾ, വിദ്യാർത്ഥികൾ പറയുന്നത് ഈ പ്രൊജക്റ്റ്, ഈ AI സംഭവം ഉപയോഗിച്ചുകൊണ്ട് ഗസയിൽ ഇവർ ആക്രമിക്കാനാണ് ഉപയോഗിക്കുന്നത്. ഈ AI എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയും വളരെ ഗുണങ്ങളുണ്ട്, നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. പക്ഷേ ഈ ഇസ്രായേലും ഗൂഗിളിനെ പോലെയുള്ള ആൾക്കാരൊക്കെ ഇത് ഉപയോഗിക്കുന്നത് ആൾക്കാരെ ടാർഗറ്റ് ചെയ്യാനും ആൾക്കാരെ വേട്ടയാടാനുമാണെന്നാണ് കുട്ടികൾ ആരോപിക്കുന്നത്. ആഗോള സാങ്കേതിക ഭീമന്മാർക്ക് ലാഭം മാത്രമാണ് ലക്ഷ്യമെന്ന് ഒരിക്കൽ കൂടി തെളിയുകയാണെന്ന് വിദ്യാർത്ഥികൾ ആരോപിക്കുന്നു. പ്രതിഷേധം ഭയന്ന് തൻ്റെ പ്രസംഗത്തിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന വാക്ക് പോലും ഉച്ചരിക്കാൻ സുന്ദർ പിച്ചെ തയ്യാറായില്ല. സുന്ദർ പിച്ചെ അവിടെ പോയത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഗുണങ്ങൾ വിളമ്പിക്കൊടുക്കാനാണ്. പക്ഷെ അവിടെ എത്തിയിട്ട് കുട്ടികളെ ഗോബാക്ക് വിളി കേട്ടപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് AI എന്നുള്ള വാക്ക് പോലും ഉച്ചരിക്കാൻ അണ്ണന് പറ്റിയില്ല എന്നുള്ളതാണ് സത്യം. ചടങ്ങിന് ശേഷം ഉയർന്ന ചോദ്യങ്ങളിൽ നിന്നും വളരെ മാന്യമായ രീതിയിൽ സുന്ദർ പിച്ചെ അണ്ണൻ ഒളിച്ചോടി എന്നും കൂടിയാണ് ഇതിൻ്റെ വാൽക്കഷ്ണം. അപ്പോൾ നമ്മൾ ഈ ഒരു ടോപ്പിക്ക് സെലക്ട് ചെയ്യാൻ കാരണം നമ്മൾ നമ്മുടെ അഭിമാനമായി, നമ്മൾ നമ്മുടെ പ്രസ്റ്റീജായിട്ട്, നമ്മുടെ പ്രൗഡായിട്ട് കണ്ടിരുന്ന സുന്ദർ പിച്ചെ, ഗൂഗിളിൻ്റെ CEO ആയിട്ടുള്ള സുന്ദർ പിച്ചെ, അവർ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് മനസ്സിലാക്കേണ്ടത് ലോകത്തുള്ള എല്ലാ കണ്ണുകളും, എല്ലാ വിദ്യാർത്ഥികളും, പഠിച്ചു വരുന്ന യുവത നിങ്ങളെയാണ് നോക്കിക്കാണുന്നത്. നിങ്ങൾ ഗൂഗിളിൻ്റെ CEO ആയതുകൊണ്ട് മാത്രമല്ല, അതുകൂടി മനസ്സിലാക്കണം. നിങ്ങൾ അത്രയും ഇന്ത്യയിൽ നിന്ന് വന്നുകൊണ്ട് വളരെ പരിമിതിയുള്ള വിദ്യാഭ്യാസ മേഖലയുള്ള ഇന്ത്യയിൽ, ഇതോടനുബന്ധിച്ച് പറയേണ്ടത് നമ്മുടെ നാട്ടിൽ നീറ്റ് എക്സാമിൻ്റെ ലീക്ക് ഒരു ഭാഗത്ത് നടക്കുന്നു. CBSE എക്സാമിൻ്റെ എക്സാം പേപ്പർ ഷഫിൾ ചെയ്തിട്ട് റിസൾട്ട് ഷഫിളായിട്ട് പല കുട്ടികളുടെയും മാർക്ക് അപ്പുറം ഇപ്പുറം മാറിപ്പോകുന്നു. അതുപോലെ തന്നെ ഒരുപാട് വിഷയങ്ങൾ വിദ്യാഭ്യാസ മേഖലയിൽ നടക്കുമ്പോൾ അതിനെപ്പറ്റിയൊന്നും തുറക്കാതെ സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ പോയിട്ട് AI പറ്റി ലെക്ചർ എടുക്കാൻ ഇസ്രായേലിനെ അനുകൂലിച്ചുകൊണ്ടും AIയുടെ മൂല്യങ്ങൾ അവിടെ വിളമ്പാൻ പോയപ്പോൾ സ്വന്തം എവിടുന്നാണ് വരുന്നതെന്നും നമ്മുടെ നാട്ടിൽ എന്താണ് നടക്കുന്നതെന്നുമുള്ള ബോധ്യം സുന്ദർ പിച്ചയ്ക്കില്ലെങ്കിലും സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികൾക്ക് ആ ബോധ്യം വളരെയധികമുണ്ടെന്നും ജനാധിപത്യപരമായി തന്നെ അതിനെ എതിർത്തുകൊണ്ട് സുന്ദർ പിച്ചെ പ്രസംഗിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഫ്രീ പലസ്തീൻ ആൻഡ് സ്റ്റോപ്പ് സപ്പോർട്ടിങ് ഇസ്രായേൽ വിത്ത് ടെക്നോളജിക്കൽ സപ്പോർട്ട് എന്ന് പറഞ്ഞുകൊണ്ടുള്ള പ്രതിഷേധമാണ് നമ്മൾ ഈ പറഞ്ഞ വാർത്തയിൽ നിന്ന് കണ്ടത്. അപ്പോൾ സമാധാനമുള്ള, ആരെയും കൊല്ലാത്ത, എല്ലാവരും പരസ്പരം സ്നേഹിക്കുന്ന, ടെക്നോളജിയും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും AIയും കാര്യങ്ങളും എല്ലാം മനുഷ്യനെ സ്നേഹിക്കാൻ, പാവപ്പെട്ടവൻ്റെ പട്ടിണി മാറ്റാൻ, നാളെയുടെ കുട്ടികൾക്ക്, നാളെയുടെ ഭാവി തലമുറയ്ക്ക് ലോകം ഇനിയും ഇവിടെ 1000 വർഷം നല്ല രീതിയിൽ നിൽക്കണമെന്നുള്ള പ്രബുദ്ധതയോടുകൂടി, എന്നുള്ള നല്ല ചിന്തയോടുകൂടി ലോകത്തുള്ള എല്ലാ ടെക്നോളജിക്കൽ ഭീമന്മാരും, സുന്ദർ പിച്ചേമാരും, ഗൂഗിൾ പോലെയുള്ള കോർപ്പറേറ്റ് ഭീമന്മാരും മനസ്സിലാക്കട്ടെ എന്ന് പ്രത്യാശിച്ചുകൊണ്ട് ഈ വീഡിയോ സൈൻ ഓഫ് ചെയ്യുന്നു. വീണ്ടും സന്ധിക്കും വരെ വണക്കം.